അപ്പം ഹലോ, എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാനിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നൊരു കുട്ടിയാണ് കേട്ടോ. അപ്പം എനിക്ക് ഒരുപാട് ആൾക്കാരിങ്ങനെ മെസ്സേജസ് അയക്കാറുണ്ട്, ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും കോഴ്സുകളെ പറ്റിയിട്ടും സ്കോപ്പ്, പിന്നെ കട്ട് ഓഫ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾ ചോദിക്കുന്നുണ്ട്. അപ്പം എൻ്റെ കുറേ പേര് പറയുകയും ചെയ്തു വീഡിയോ ഇടാമോ എന്നുള്ള കാര്യങ്ങളൊക്കെ, കോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അപ്പം CUT PG എക്സാം കഴിഞ്ഞു, അതിൻ്റെ റിസൾട്ട് എനിക്ക് തോന്നുന്നു വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഉടനെ തന്നെ ഇനിയിപ്പം എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റീസും ഒക്കെ ഇതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയറൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്തൊക്കെ കോഴ്സുകളാണുള്ളത്, പിന്നെ ബാക്കിയുള്ള വീഡിയോയിൽ ഞാൻ ഓരോ കോഴ്സും അതിൻ്റെ കട്ട് ഓഫ് എങ്ങനെയാണ് ഇവിടുത്തെ, പിന്നെ ഇവിടെയുള്ള കാര്യങ്ങൾ, ആ കോഴ്സും അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കാര്യങ്ങളും ഒക്കെ പറയാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് സ്കോപ്പ്, പിന്നെ കട്ട് ഓഫ്, പിന്നെ പ്ലേസ്മെൻ്റ് ഉണ്ടോ, അങ്ങനെയാണ് കൂടുതലായിട്ട് ആൾക്കാർ ചോദിക്കുന്നത് കേട്ടോ. പ്ലേസ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെയാണ്, ബെറ്റർ ആണോ അല്ലയോ, പിന്നെ യൂണിവേഴ്സിറ്റീസൊക്കെ കമ്പയർ ചെയ്തിട്ടൊക്കെ ചോദിക്കാറുണ്ട്, ആ യൂണിവേഴ്സിറ്റി നല്ലതാണോ, ഇതാണോ ബെറ്റർ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ആ ഒരു രീതിയിൽ ഒരു വീഡിയോ ചെയ്യാം എന്നുള്ളത്. അപ്പം മെയിനായിട്ട് കഴിഞ്ഞ വർഷം തൊട്ട് ഇവിടെ ഇൻറ്റഗ്രേറ്റഡ് കോഴ്സുകൾ ഇപ്പം ഇല്ല. ഇപ്പോൾ ഇവിടെ ഉള്ള കോഴ്സുകൾ എന്ന് പറയുന്നത്, ഇപ്പോൾ എല്ലായിടത്തും ഉള്ള കോഴ്സുകൾ എന്ന് പറയുന്നത് 4 ഇയർ കോഴ്സുകളാണ്. 4 ഇയർ BSc കോഴ്സുകളാണ് മെയിനായിട്ടുള്ളത്. അതായത് ഇൻറ്റഗ്രേറ്റഡ് 5 ഇയേഴ്സ് മാറ്റിയിട്ട് ഇപ്പോൾ 4 ഇയർ ആക്കി. PG അതിൻ്റെ കൂടെ ഇല്ല, അത് ഹോണേഴ്സ് ഡിഗ്രിയും കൂടെയാണ്. അത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പം മെയിനായിട്ടുള്ള കോഴ്സുകൾ ഏതെന്ന് വെച്ചാൽ, ഇവിടെ മെയിനായിട്ടുള്ളത് ബയോ കെമിസ്ട്രി, ബയോടെക്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ്, എക്കണോമിക്സ്, EVS, ലിംഗ്വിസ്റ്റിക്, മാത്സ്, മൈക്രോബയോളജി, ഫിസിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, പിന്നെ കാർഡിയോളജി. ദെൻ 4 ഇയർ ബാച്ചിലർ ഇൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി. പിന്നെ 2 BO കോഴ്സുകളും ഉണ്ട്, ഇൻറ്റീരിയർ ഡിസൈനിങ്, പിന്നെ രണ്ടാമത്തത് റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ. ഇത്രയാണ് ഇവിടുത്തെ BSc പ്രോഗ്രാമുകൾ എന്ന് പറയുന്നത്. പിന്നെ BSc B.Ed ഉണ്ട്. ഇത്രയും പ്രോഗ്രാംസാണ്, ഇത്രയാണ് ഇവിടുത്തെ BSc പ്രോഗ്രാമുകൾ എന്ന് പറയുന്നത്. ബാക്കി വരുന്നത് ഇതിൻ്റെ PG പ്രോഗ്രാംസാണ്. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു PDF ഉണ്ട്. അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ തന്നെ ഇറക്കിയ ഒരു PDF ആണ്. ഈ PDF ഞാൻ ഇതിൻ്റെ ലിങ്കിൽ, ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ അത് നോക്കാമല്ലോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അറിയാം. അപ്പം അതിൽ തന്നെ എത്ര സീറ്റുണ്ട്, ജനറൽ സീറ്റ് എത്ര, OBC, അപ്പം എല്ലാ സീറ്റ് വേക്കൻസീസും ഓരോരോ കാറ്റഗറി ബേസ്ഡ് സീറ്റ് വേക്കൻസീൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് നോക്കാം. പിന്നെ കഴിഞ്ഞ വർഷം മുതൽ 3-4 പുതിയ കോഴ്സുകൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. MSc MLT കോഴ്സുകളുണ്ട്. പിന്നെ കാർഡിയോളജിയുടെ കോഴ്സും ഇവിടെ ന്യൂ ആണ്. പിന്നെ പുതിയ വേറൊരു കോഴ്സാണ്, പക്ഷെ കഴിഞ്ഞ വർഷം അല്ല, ഒരു വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്താണ്. ഡിജിറ്റൽ സൊസൈറ്റിയും പുതിയ കോഴ്സ് തന്നെയാണ്. അപ്പം എനിക്ക് ഇങ്ങനെ ക്വറീസ് വരുന്നത് ലൈക്ക് പുതിയ കോഴ്സുകളെ പറ്റിയിട്ടും കൂടെയാണ്. അപ്പോൾ അവർക്കറിയണം പുതിയ കോഴ്സ് ഇവിടെ എങ്ങനെ. അപ്പം പുതിയതായിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ആ ഡിപ്പാർട്ട്മെൻറ്റും കോഴ്സൊക്കെ. അപ്പം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളുമൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം, പുതിയ കോഴ്സുകൾക്ക് വേണ്ടി മാത്രം. അപ്പം അത് ഞാൻ ചെയ്യാം, അത് ഞാൻ നോക്കാം കേട്ടോ ചെയ്യാനായിട്ട്. പിന്നെ ഇവിടെ ഫാർമസി കോഴ്സുകളുണ്ട്, M.Pharm കോഴ്സുകളുണ്ട്, ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി, ഫാർമസ്യൂട്ടിക്സ്, ഫാർമക്കോളജി, അങ്ങനെ 3 M.Pharm കോഴ്സുകളുണ്ട്. ഇവിടെ ഒരുപാട് കോഴ്സുകൾ ഭയങ്കര യുണീക്ക് കോഴ്സുകളാണ് കേട്ടോ. അതായത് ഇന്ത്യയിൽ 1, 2, 3 ഇടത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടെ ആണ് കേട്ടോ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ. അപ്പം അങ്ങനത്തെ ഒരുപാട് കോഴ്സുകളിൽ ഒന്നാണ് ഡിജിറ്റൽ സൊസൈറ്റി. പിന്നെ ബാംഗ്ലൂരുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാത്രമേ ഈ ഒരു ഡിജിറ്റൽ സൊസൈറ്റി ഉള്ളൂ. അതേപോലെ തന്നെ സ്പോർട്സിൻ്റെ MSc സ്പോർട്സ് ന്യൂട്രീഷൻ, പിന്നെ സ്പോർട്സ് സൈക്കോളജി, അതൊക്കെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ മാത്രമേ ഉള്ളൂ. ഇനി MLT അതേപോലൊരു കോഴ്സ് തന്നെയാണ് ഇവിടെ. പിന്നെ ഇവിടെ MArch ഉണ്ട്, PG MArch കൊണ്ട് ഇൻ സസ്റ്റൈനബിൾ ആർക്കിടെക്ചർ, M.Tech കോഴ്സുകൾ ഇവിടെ അവൈലബിൾ ആണ്. M.Tech കോഴ്സുകൾ. പിന്നെ സോഷ്യൽ വർക്ക്, MBA പറ്റിയിട്ടും ആൾക്കാർ ചോദിക്കുന്നുണ്ട്, പ്ലേസ്മെൻറ്റിൻ്റെ കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉൾപ്പെടുത്താം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ വീഡിയോയിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് അടുത്ത വീഡിയോ ചെയ്യാം. അപ്പം എല്ലാവർക്കും
ഉത്തരം കിട്ടുമല്ലോ. ഇവരുടെ PG കോഴ്സ്. അപ്പോൾ ഞാൻ ഇനി PG കോഴ്സുകളെ പറ്റിയിട്ട് പറയാം. മെയിനായിട്ട് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നു, പക്ഷേ മെയിനായിട്ടുള്ള PG കോഴ്സസ് MCOM, BA ഇംഗ്ലീഷ്, എക്കണോമിക്സ്, എഡ്യൂക്കേഷൻ, ഹിന്ദി, കൾച്ചറൽ ഇൻഫോർമാറ്റിക്സ്, PPLG, സ്പോർട്സ് സൈക്കോളജി, MA സ്പോർട്സ് സൈക്കോളജി, MSc അറ്റ്മോസ്ഫറിക് സയൻസ്, ബയോകെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ്, digital society, environmental science, maths, microbiology, physics, then again MSc sports biomechanics, sports nutrition, sports psychology, MSc statistics, MSc yoga therapy, then MTech in computer science, which was specialization വരുന്നത് cyber physical system, പിന്നെ master in social work, then MPA, PG ഡിപ്ലോമ ഇൻ മീഡിയ റൈറ്റിംഗ് ആൻഡ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ, പിന്നെ MTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എൻജിനീയറിംഗ്. അപ്പം ഇതാണ് മെയിനായിട്ട് ടോട്ടൽ ഒരു MSc കോഴ്സുകളായിട്ട് വരുന്നത്. അപ്പം ഇവിടെ UG കോഴ്സുകളും PG കോഴ്സുകളും യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം മെയിൻ കോഴ്സുകളാണ് ഇതൊക്കെ. ഇതിൽ പുതിയ പിന്നെ BVOC കോഴ്സുകളും ഉണ്ട്. BVOCൻ്റെ 2 കോഴ്സും ഉണ്ട്. അപ്പം ഇത്രയുമാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള കോഴ്സുകൾ. അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് ഓരോ വർഷവും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു കട്ട് ഓഫ് പറയാൻ പറ്റില്ല. നമ്പർ ഓഫ് ആപ്ലിക്കൻസും പിന്നെ ഓരോ കാറ്റഗറി വൈസൊക്കെ കട്ട് ഓഫ് മാറും. അപ്പോൾ അങ്ങനെ എനിക്ക് സ്പെസിഫിക് ആയിട്ട് ഇന്ന വിഷയത്തിന് ഇത്ര കട്ട് ഓഫ് ഉണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ സ്പോട്ട് അഡ്മിഷൻസിനെ പറ്റിയിട്ടും കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. സ്പോട്ട് അഡ്മിഷൻ വിളിച്ച മെജോറിറ്റി ആൾക്ക് സ്പോട്ടിൽ അഡ്മിഷൻ കൊടുക്കുന്നവർക്കും കിട്ടാറുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ സ്പോട്ടിൽ കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് സ്പോട്ടിലും കൊടുക്കാം. ഇൻ്റഗ്രേറ്റഡ് MSc B.Ed കോഴ്സുകൾ, അത് MScയും B.Edഉം കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള കോഴ്സാണ്. 3 ഇയർ കോഴ്സാണ്. അതായത് എല്ലായിടത്തും B.Ed സെപ്പറേറ്റ്, MSc സെപ്പറേറ്റ് അല്ലേ. അപ്പം B.Ed എന്ന് പറഞ്ഞാൽ 2 ഇയർ കോഴ്സ്, MSc 2 ഇയർ കോഴ്സ്. പക്ഷേ ഇവിടെ ഇത് 3 ഇയർ കോഴ്സായിട്ടാണുള്ളത്. അതിൻ്റെ ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്. അതായത് ഇൻറ്റഗ്രേറ്റഡ് MSc B.Ed ഫിസിക്സ് കെമിസ്ട്രി ഉണ്ട്, പിന്നെ എക്കണോമിക്സും ഉണ്ട്. ബാക്കി എൻ്റെ ഓർമ്മയിൽ ഇതാണ് കോഴ്സുകൾ. വേറെ മെയിനായിട്ട് ഈ 3 കോഴ്സുകളുണ്ട്. അപ്പം അതും എല്ലാവരും ചോദിക്കുന്ന എല്ലാവർക്കും താല്പര്യമുള്ള കോഴ്സുകളാണ്. ഇതിന് നല്ല ടൈറ്റ് കോമ്പറ്റീഷനൊക്കെ എപ്പോഴും ഉണ്ട് കേട്ടോ. ഈ കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് ഇൻറ്റഗ്രേറ്റഡ് MSc B.Ed കോഴ്സുകൾക്ക് നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ എപ്പോഴും കാണാറുണ്ട്. ബേസിക് ഇവിടുത്തെ കോഴ്സുകളുടെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. അപ്പം ഞാൻ മിക്ക കോഴ്സുകളുടെയും ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം ഇനി വരുന്ന വീഡിയോസിൽ. കുറേ ആൾക്കാർ ഇത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ആൾക്കാർക്കും ആ ഒരു വീഡിയോസ് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയെ പറ്റിയിട്ടോ എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത വരുന്ന വീഡിയോസിൽ എനിക്കപ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ കുറേ ആൾക്കാർക്ക് സെയിം ഡൗട്ട് ഉണ്ടാവും. അപ്പം അവർക്ക് അത് ക്ലിയർ ചെയ്യാം. കുറേ പേര് ചോദിക്കുന്നത് സേഫാണോ, യൂണിവേഴ്സിറ്റി സേഫാണോ, ഫുഡിൻ്റെ കാര്യങ്ങൾ, ഹോസ്റ്റലിലെ കാര്യങ്ങൾ, ഹോസ്റ്റലിനെ പറ്റിയിട്ടും ഞാനൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അങ്ങനത്തെ ഫീസിൻ്റെ കാര്യം ഒക്കെ ഒരുപാട് പേർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് വീഡിയോ ഇടാം. അപ്പോൾ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണാം. ബൈ.